ഹായ് ഡിയാസ്, ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്കതിൽ യെസ് പറയണോ നോ പറയണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ. ആ കൺഫ്യൂഷന് യൂണിവേഴ്സ് നമുക്ക് എന്ത് മറുപടിയാണ് നൽകുന്നത് എന്ന് നോക്കാം. ഞാൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡിൽ നിന്ന് എനിക്ക് വ്യക്തമാവുന്നത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിലനിൽക്കുന്നൊരു പ്രണയബന്ധമായിരിക്കില്ല ഇത്. നിങ്ങൾക്കെപ്പോഴും വിഷമവും വേദനയും മാത്രം നിൽക്കുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ യെസ് ഓർ നോ പറയുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഒരു സിമ്പൽ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾ യൂണിവേഴ്സിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുക. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ റെസണേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് കാണിച്ചിരുന്നത് ഈ പ്രണയബന്ധം നിങ്ങൾക്ക് ചേരുന്നതല്ല എന്നുള്ള ഒരു സിമ്പലാണ്. എന്താ പറയുക, ദാഹിക്കുന്നതെന്ന് വെച്ചാലും വിഷം എടുത്ത് കുടിക്കത്തില്ലല്ലോ. എനിക്ക് ആ ഒരു സെൻറ്റൻസാണ് ഇതെടുത്തപ്പോൾ ഓർമ്മ വരുന്നത്. ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ടൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത്. എന്തായാലും ആലോചിച്ച് തീരുമാനിക്കുക, പ്രാർത്ഥിക്കുക. താങ്ക് യു ഡിയേഴ്സ്.